കേരള സർക്കാർ മാതൃകാ യുവാവായി അവതരിപ്പിച്ച റാപ്പർ വേടനെതിരെ വീണ്ടും എഫ്ഐആർ. കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിച്ചു. ഇനിയും കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരുമെന്നും സൂചനകൾ പുറത്തുവരുന്നു. ഇതോടെ തന്നെ സമൂഹം വലിയ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ബലാത്സംഗ കേസിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതോടെ വേടനെതിരെയുള്ള കുരുക്ക് മുറുകുകയാണ്. ഇനിയും ഇതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയുമോ എന്നതും ചോദ്യചിഹ്നമായി നിഴലിക്കുന്നു. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരിയുടെ അഭിഭാഷക കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു കോടതി കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചതും. വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയെന്ന വാദം പരാതിക്കാരി കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി അത് എന്തുകൊണ്ട് മാത്രം അതിൽ ക്രിമിനൽ കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. വേടൻ ഒളിവിലാണ് എന്നതാണ് പോലീസിന്റെ പ്രതികരണം. യുവ ഡോക്ടറുടെ പരാതിയിലായിരുന്നു കൊച്ചി തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും.